ഹലോ, ഞാൻ ഇന്നേ കുറച്ച് ചെടി വാങ്ങാൻ പോവാണേ. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാവേ. കണ്ടോ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെടിക്കടയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്, പക്ഷെ അതുപോലെ നല്ല റേറ്റും ഉണ്ട്. ഇത് കണ്ടോ, നല്ല മഞ്ഞ തെറ്റിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് പഞ്ചശേരനെ ഞാൻ കാണിക്കുവാണ്, ഇത് കൊള്ളാവോ അത് കൊള്ളാവോ എന്നൊക്കെ. ഞങ്ങൾ കുറച്ച് ചെടികൾ വാങ്ങാൻ വന്നതാണ്. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ടായിരുന്നു പണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ചെടികളൊന്നുമില്ല, നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചെടികളും കൂടെ വെച്ച് പിടിപ്പിക്കാമെന്ന്. അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് ചെടികൾ വാങ്ങാനായിട്ട്. എനിക്ക് ചെടികളോട് പൊതുവേ ഇഷ്ടമൊന്നുമില്ല, എനിക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കൂടുതൽ ഇഷ്ടം. അവിടെ ചെന്നപ്പോൾ അതെടുക്കണം ഇതെടുക്കണം. ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടമുളകാണ്, നല്ല മണമുള്ള. അത് വൈറ്റും ഉണ്ട് ഗ്രീൻ കളറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ 150 രൂപയാണ് ഒരു തൈയുടെ വില. അത് കായുമുണ്ട്. പിന്നെ വെറൈറ്റി വാഴകളുണ്ട്, പക്ഷെ ഞാൻ വാഴ ഏത് ഐറ്റംസ് എന്നൊന്നും ചോദിച്ചില്ല. തെങ്ങ്, ഫ്രൂട്ട്സ്, ഞാൻ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസിലോട്ടാണ് പോകുന്നത്. പക്ഷേ അവിടോട്ട് ചെന്നപ്പോൾ എല്ലാം പഞ്ചേട്ടൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഇതൊന്നും വാങ്ങിത്തരത്തില്ല, നിനക്ക് ഞാൻ ചെടികൾ മാത്രമേ വാങ്ങിത്തരത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആൾ ആയതുകൊണ്ട് ഞാൻ ആ ഏരിയയിലാണ്. അമ്പഴങ്ങ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഈ അമ്പഴങ്ങയ്ക്ക് റേറ്റും കൂടുതലാണ്, 750 രൂപയെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഈ അമ്പഴങ്ങ കാ പിടിച്ച് കിടക്കുന്ന എല്ലാ സാധനത്തിനും നല്ല റേറ്റാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബുഷ് പോലെ നിൽക്കുന്ന ഓരോ ചെടികളുണ്ടല്ലോ, അതിനും നല്ല റേറ്റാണ്. അവർ പറയുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഇത്ര റേറ്റ് എന്ന്. ഇതിനു വേണ്ടി അവിടം വരെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലായാലും ഇവിടുന്ന് വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ബുഷ് പോലത്തെ കുറച്ച് ഗ്രീനറി ഉള്ള ചെടികളാണ് വാങ്ങിയത്. അപ്പം അതെന്ന് വെച്ചാൽ നല്ല ഭംഗിക്ക് ഗ്രീനറി കിട്ടുമല്ലോ എന്നോർത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ 1500 രൂപയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലും വാങ്ങിച്ചത്. പിന്നെ ഞാൻ പപ്പായ 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, റെഡ് ലേഡി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി സാധനം എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ഇതെല്ലാം ഞാൻ ഇറക്കി വെക്കുകയാണ്. നാളെ ഇനി ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ബൈ ബൈ, ഓക്കെ, സി.